നമുക്കിന്ന് അടിപൊളി ഒരു മട്ടൻ കറി വെച്ചാലോ. അതിനെ അരച്ച് കഴുകി വൃത്തിയാക്കി ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കൊച്ചുള്ളി, വെല്ലുള്ളി എന്നിവ കഴുകി സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ സമയം തന്നെ നമ്മൾ ചപ്പാത്തിക്കുള്ള മാവും കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ശേഷം നമ്മൾ കുക്കർ അടുപ്പത്ത് വെച്ച് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ഇറച്ചി ഇട്ട് കൊടുത്തു. ഒപ്പം ഉപ്പ്, കുരുമുളക് എന്നിവ ചേർത്ത് വേവിക്കാൻ വെച്ചു. അപ്പം തന്നെ ഏകദേശം സമയം 9:30 ആയിട്ടുണ്ടായിരുന്നു. ആ സമയം നമ്മൾ ക്രഷ് ചെയ്യാൻ ആവശ്യമായ കൊച്ചുള്ളി, വെളുത്തുള്ളി, മുളക് എന്നിവ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തു. അപ്പോഴത്തേക്കും 3ാമത്തെ വിസിൽ കുക്കർ കേൾക്കുന്നുണ്ടായിരുന്നു. നമ്മളൊരു കടായി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് വലിയ ജീരകം പൊട്ടിച്ച ശേഷം ഗ്രാമ്പു, പട്ട, ഏലക്ക എന്നിവയും കൂടെ ഇട്ട് കൊടുത്ത് അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം സ്ലൈസ് ചെയ്ത് വെച്ച വലിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് വരട്ടിയെടുത്ത് അതിൽ വരണ്ട് വരുന്ന സമയം കൊണ്ട് ചിക്കനും വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിലെല്ലാ വിസിലും ചപ്പാത്തിക്കുള്ള ചട്ടിയൊക്കെ കഴുകി വെച്ച് കൊടുക്കുകയുണ്ടായിരുന്നു. ശേഷം നമ്മൾ വരണ്ട ഉള്ളിൽ ക്രഷ് ചെയ്ത് വെച്ച പച്ചമുളക്, ഇഞ്ചി എന്നിവ ഇട്ട് കൊടുത്ത് നന്നായിട്ട് വരട്ടുന്നുണ്ടായിരുന്നു. ശേഷം അരിഞ്ഞ് വെച്ച തക്കാളി ഇട്ട് കൊടുത്തു നന്നായിട്ട് വരട്ടി. ആ സമയം കൊണ്ട് തന്നെ നമ്മൾ ചപ്പാത്തിക്കുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കുന്നുണ്ടായിരുന്നു. വേവിക്കാൻ വെച്ച ഉള്ളിയൊക്കെ വെന്ത് വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് വേവിച്ച് വെച്ച ഇറച്ചി കൂടി തട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി മല്ലിപ്പൊടി എന്നിവ ചേർത്തിട്ട് നമ്മുടെ ചിക്കൻ കറി റെഡി. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം.